കൊച്ചിയിൽ വന്നിട്ട് കടമക്കുടി കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ നഷ്ടം തന്നെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ള സ്ഥലമായിരുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും കൊച്ചിയിലേക്ക് വന്നപ്പോൾ ഒന്നുകൂടി പോയി കാണാമെന്ന് കരുതി. ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത് കളമശ്ശേരി ആയിരുന്നു. അതുകൊണ്ട് കളമശ്ശേരി മുതലുള്ള റൂട്ടാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത്. കളമശ്ശേരിയിൽ നിന്ന് ആലുവ റൂട്ടിലേക്ക് പോകുമ്പോൾ കളമശ്ശേരി ടൗൺ കഴിയുമ്പോൾ തന്നെ ഒരു ലെഫ്റ്റ് വരുന്നുണ്ട്. ആ ലെഫ്റ്റ് എടുത്ത് നമ്മൾ നേരെ കയറുന്നത് കണ്ടെയ്നർ റോഡിലേക്കാണ്. ഇതാണ് കണ്ടെയ്നർ റോഡ്. നമ്മുടെ ഡെക്കാത്തോളന്റെ മുന്നിൽ കൂടെ വരുന്ന ആ ഒരു റോഡാണിത്. നമ്മൾ ഇന്ന് ശരിക്കും പോകുന്നത് സൺറൈസ് കാണാനാണ്. പക്ഷെ ഒരു അല്പം നമ്മൾ ലേറ്റ് ആയിപ്പോയി. നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് 6 മണി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് സൺറൈസ് കാണാൻ പറ്റി കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ കണ്ടെയ്നർ റോഡ് കൂടെ വന്നു കഴിയുമ്പോൾ ഇതുപോലെ ചേരാനല്ലൂരിൻ്റെ സിഗ്നൽ വരും. ഈ ഒരു സിഗ്നലിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് വരാപ്പുഴ റൂട്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ റോഡ് നേരെ പോകുന്നത് MG റോഡ് വൈപ്പിനിലേക്കാണ്. ലെഫ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ലുലു മാളിന് മുന്നിലേക്കുള്ള എടപ്പള്ളിയിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ വരാപ്പുഴ പാലം എത്തിയിരിക്കുകയാണ്. നേരം വെളുത്തു വരുന്നതുള്ളൂ. അതുകൊണ്ട് ആകാശമൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കളമശ്ശേരിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വരാപ്പുഴ പാലം കഴിഞ്ഞ് ആ ഒരു ടോൾ ജംഗ്ഷൻ ഇല്ലേ, അതും കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ ഇതാ ലെഫ്റ്റിലേക്ക് വരാപ്പുഴ ടൗണിലേക്ക് തിരിയാനുള്ള ഈ ഒരു റോഡ് കാണാൻ പറ്റും. ഈ റോഡ് നേരെ പോയിട്ട് നമ്മൾ വരാപ്പുഴ ടൗണിലേക്കാണ് കയറുക. ഇതാണ് വരാപ്പുഴ ടൗണ്. ഈ ടൗണിലേക്കാണ് നമ്മൾ വന്ന് കയറുക. ആ ടൗണിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞ് ഈ ടൗണിൻ്റെ എൻഡ് എത്തിക്കഴിയുമ്പം ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് ഈ വഴിക്കാണ് നമ്മൾ സ്ട്രെയിറ്റ് പോകേണ്ടത്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും നോക്കാനില്ല. സ്ട്രെയിറ്റ് ഒറ്റ റോഡാണ്. ഈ 2 സൈഡിലും ലൈൻ ഇട്ടേക്കുന്ന റോഡുണ്ടല്ലോ, ഇത് ഫോളോ ചെയ്തങ്ങ് പോയാൽ മതി. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഷോർട്ട് കട്ട് വഴി ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോവാം. ഞാൻ പണ്ടങ്ങനെ ബൈക്ക് എടുത്ത് ആ വഴിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും സേഫസ്റ്റ് വഴി ഇത് തന്നെയാണ്, കാരണം വഴി തെറ്റത്തില്ല. അങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയറുന്നത് ഈ ഒരു ഐലൻഡിലേക്കാണ്. ഇവിടെ മുതൽ പിന്നെ അങ്ങോട്ട് ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് കേട്ടോ. ഇനി അങ്ങോട്ട് 2 സൈഡിലും ഫുള്ള് കായലാണ്, കംപ്ലീറ്റ് വെള്ളം. നല്ലൊരു വൈബാണ് നടുക്കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാൻ. അങ്ങനെ നമുക്ക് ബോർഡ് കാണാൻ പറ്റും, കടമക്കുടി ഐലൻഡ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ മുതലാണ് ശരിക്കും ഒഫീഷ്യലി കടമക്കുടി എന്ന് തോന്നുന്നു. അങ്ങനെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള ഈ ഒരു പാലമുണ്ട്. ഈ ഒരു പാലം കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ തന്നെ വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും നല്ലൊരു വ്യൂ കടമക്കുടിയുടെ കാണാൻ കഴിയുക. ഇതേ കണ്ടില്ലേ, ആ ഒരു പാലവും ആ ഒരു വളവും, അവിടെയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തൊരു രസമാണെന്ന് കണ്ടോ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട്. അത്രയും ഭംഗിയാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. നമ്മളൊരു അല്പം വൈകിയെന്ന് ഒഴിച്ചാൽ നമുക്ക് നല്ല വ്യൂ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇതേപോലെ തന്നെ റോഡ് സൈഡിൽ തന്നെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാർഡിയോ മെഷീൻസ് ഒക്കെ പബ്ലിക്കലി തന്നെ വെച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എന്തൊരു രസമായിരിക്കില്ലേ ഇതുപോലൊരു ഓപ്പൺ സ്പേസിൽ വന്നിട്ട് സൺറൈസ് എല്ലാം കണ്ടുകൊണ്ട് വർക്കൗട്ട് ചെയ്യാന്ന് പറയുന്നത്. അതുപോലെ തന്നെ കടമക്കുടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്, നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഇതേപോലെ ചെറിയ ചെറിയ തുരുത്തുകളിലേക്ക് പോകാൻ വേണ്ടി ചെറിയ ചെറിയ ഇതേപോലെ വഴികളുണ്ടാവും. ഓരോ ഡയറക്ഷനിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പം ഓരോ രീതിയിലുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുക. അതിരാവിലെ തന്നെ ഇതുപോലെ ഈ വരമ്പിലൂടെ നടക്കാനുണ്ടല്ലോ, ഒരു പ്രത്യേക ഫീലായിരുന്നു. ഒരുപാട് ചെമ്മീൻ കെട്ടുകളുള്ള ഒരു സ്ഥലമാണ് കടമക്കുടി. അതുകൊണ്ട് തന്നെ ഓരോ തുരുത്തിലും ഇതേപോലെ ഒരുപാട് തോണികൾ നിർത്തിയിട്ടുണ്ടാവും. രാവിലെ തന്നെ മീൻ പിടിക്കുന്ന കർഷകർ വന്നിട്ട് ഇതുപോലെ മീൻ പിടിക്കാൻ വേണ്ടി ആ ബോട്ടും എടുത്തിട്ട് അവരുടെ ചെമ്മീൻ കെട്ടിലേക്ക് പോകുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ ഓരോ ചെമ്മീൻ കെട്ടുകളാണ്. നമ്മൾ ഈ ഒരു സൺറൈസ് ടൈമിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇതുപോലെ ബോട്ടുകൾ ഇങ്ങനെ ചെറുപറ കായലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാണാൻ പറ്റും. കാരണം എല്ലാവരും രാവിലെ തന്നെയാണല്ലോ ഈ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. എത്ര വിശാലമായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണെന്ന് നോക്കിയാൽ കടമക്കുടി.
നമ്മുടെ വണ്ടിയൊക്കെ ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നടന്നാലും തീരത്ത് അത്രയും കാഴ്ചകൾ കാണാനുണ്ടാവും നമുക്ക് കടമക്കുടിയിൽ. ഇങ്ങനെ വെള്ളവും എത്ര കണ്ടാലും മതിയാവാത്തൊരു കാഴ്ചയാണല്ലേ. പറഞ്ഞതുപോലെ തന്നെ കണ്ടില്ലേ, ബോട്ടുമായിട്ട് ചേട്ടന്മാര് രാവിലെ തന്നെ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സൺറൈസിനെക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടത് സൺസെറ്റാണ് കേട്ടോ. സൺസെറ്റ് കാരണം രാവിലെ സൺറൈസിൻ്റെ സമയത്തെ ഒരു ഫോഗി ഫീൽ ഉണ്ടാവും ഈ ക്ലൈമറ്റ് മൊത്തം, അപ്പോൾ ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും മൊത്തത്തിൽ. പക്ഷെ വൈബ് രാവിലെ തന്നെയാണ്, പക്ഷെ കാണാൻ ഏറ്റവും ഭംഗി വൈകിട്ടാണ്. അതാകുമ്പോൾ ഒരു ഫോഗ് ഉണ്ടാവില്ല. ഇതിനെക്കാട്ടും റെഡ് ടോണിലായിരിക്കും നമ്മുടെ ക്ലൈമറ്റ് മൊത്തം കാണാൻ വേണ്ടിയിട്ട്. ഒരു രക്ഷ ഉണ്ടാവില്ല വൈകിട്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്ന് വെച്ച് രാവിലെ മോശം എന്നല്ല, രാവിലെ കിട്ടുന്നൊരു ഫീല് അത് വേറെ തന്നെയാണ്. ഇതാണ് കുളവാഴ എന്നറിയപ്പെടുന്ന വാട്ടർ ഹയാസിന്ത്. ഈ സാധനം ഇടയ്ക്ക് നിറച്ച് ഇവിടെ അങ്ങ് പടർന്നിട്ട് മൊത്തം ഈ ഒരു വയലറ്റ് പൂക്കളായിരിക്കും. അത് കാണാനും അടിപൊളിയാണ് കേട്ടോ. എന്തൊരു ഭംഗിയാണല്ലേ ഇങ്ങനെ കടമക്കുടിയുടെ ഒരു ഏരിയൽ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് പറയാനൊരു കാര്യം വിട്ടുപോയി കേട്ടോ. നമ്മളൊരു ഹെലിക്യാം, ഒരു ഡ്രോൺ വാങ്ങിയിട്ടുണ്ട്. DJയുടെ മാവിക് എയർ 2 എന്നുള്ളൊരു മോഡലാണ് നമ്മൾ ഡ്രോൺ വാങ്ങിയേക്കുന്നത്. ഈ കാണുന്ന എല്ലാ ഷോട്ട്സും ഈ പറഞ്ഞതുപോലെ നമ്മൾ എയർ 2 എടുത്തേക്കുന്ന വീഡിയോസാണ് കേട്ടോ. ഇങ്ങനെ കുറേ പേര് ഇതേപോലെ ഇങ്ങനെ നടന്നു പോയിട്ട് എന്തൊക്കെയോ കോരി എടുക്കുന്നത് കാണുന്നുണ്ട്. എന്താണ് ഈ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെയുള്ള ഈ പാലങ്ങൾ അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ. കാരണം ഇതിൻ്റെ അടിയിൽ കൂടെയാണ് ഇവർ ബോട്ടെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. നല്ല രസമാണ് അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഒരുപാട് ബസ്സുകൾ നമ്മൾ ഈ കടമക്കുടി ഐലൻഡിൻ്റെ എൻഡ് വരെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇൻഫോ പാർക്കിൽ നിന്ന്, അതേപോലെ തന്നെ ആലുവയിൽ നിന്ന്, അങ്കമാലിയിൽ നിന്ന് ഒക്കെ ഇങ്ങോട്ട് ബസ്സുകളുണ്ട്. ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ഇവിടുന്ന് ബസ് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും അത്ഭുതം. അങ്ങ് അറ്റത്ത് കുറച്ച് ബിൽഡിങ്ങുകൾ കാണുന്നില്ലേ ഈ റോഡിൻ്റെ എൻഡിൽ, അവിടെയാണ് ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പായിട്ട് വരുന്നത്. ഈ റോഡിൻ്റെ സൈഡിൽ കാണുന്നതൊക്കെ ചെറിയ ചെറിയ തട്ടുകടകളും ചായക്കടകളൊക്കെയാണ്. പക്ഷെ അതൊന്നും രാവിലെ തുറക്കാറില്ല. ഞങ്ങൾ പോയതൊരു സാറ്റർഡേ ആണെങ്കിൽ പോലും രാവിലെ അതൊന്നും തുറന്നില്ല. അത് ചെറിയൊരു സങ്കടമായി. പക്ഷെ വൈകിട്ട് ഇതെല്ലാം ഫുൾ ഫ്ലെഡ്ജ്ഡ് ഓപ്പൺ ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, സൺസെറ്റിൻ്റെ സമയത്ത് വരികയാണെങ്കിൽ കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റും കടമക്കുടി. ഇതുപോലെ പ്രൈവറ്റ് ബസ്സുകൾ മാത്രമല്ല, KSRTC ബസ്സുകളും ഒരുപാടുണ്ട് കേട്ടോ. പക്ഷെ കൂടുതൽ ഇവിടെ പ്രൈവറ്റ് ബസ്സുകളാണ് ഉള്ളത്. കടമക്കുടിയിലൂടെയുള്ള ഇതുപോലുള്ള ബസ്സുകളുടെ ഒരു ഹെലിക്യാം വ്യൂ എപ്പോഴും ഒരുപാട് റീൽസിൽ ട്രെൻഡിങ് ആയിട്ട് ഓടുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടെയാണ് നമ്മുടെ എൻഡ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ബസ് എടുക്കുന്നതും അവിടുന്ന് വരുന്ന ബസ്സുകൾ നിർത്തുന്നതൊക്കെ ഇവിടെ വെച്ചാണ്. ഇടപ്പള്ളിയിൽ നിന്നും വൈറ്റില ഹബ്ബിൽ നിന്നൊക്കെ സ്ട്രെയിറ്റ് ഇങ്ങോട്ട് ബസ് ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ വന്നിട്ട് പോകാൻ വേണ്ടിയിട്ട്.
നമ്മുടെ സ്വന്തം KSRTC വരികയാണ്. ഇത് ഡയറക്റ്റ് ഇൻഫോ പാർക്കിൽ നിന്ന് വരുന്ന ബസ്സാണ് കേട്ടോ. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇതേപോലെ ബസ് ഡെഡ് എൻഡിൽ വന്നിട്ട് ഇതേപോലെ ചെറിയൊരു വഴിയിലേക്ക് കയറ്റി തിരിക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. അതിനുശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, ഇൻഫോ പാർക്ക് ബസ്സാണത്. ഇൻഫോ പാർക്ക് ഡയറക്റ്റ് ബസ് ഉണ്ടല്ലേ ഇങ്ങോട്ട്. അങ്ങനെ ഈ കാണുന്ന ചേട്ടൻ്റെ കടയിൽ നിന്ന് നല്ല 2 ചായയും കുടിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്നു. കടമക്കുടിയുടെ മറ്റൊരു പ്രത്യേകതയുണ്ട്, ഒരുപാട് അടിപൊളി കള്ള് ഷോപ്പുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടുന്ന് കുറച്ചുകൂടിയും ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് കുറച്ചുകൂടിയും പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കള്ള് ഷോപ്പുണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള സമയം കിട്ടിയില്ല. ഓൾറെഡി ഞങ്ങൾക്കൊരു മീറ്റിംഗ് 9 മണിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് അധികം പോകാൻ പറ്റിയില്ല. പക്ഷേ നിങ്ങൾ വരുമ്പം എന്തായാലും നിങ്ങൾ ആ കള്ള് ഷാപ്പിൽ പോയിട്ടുണ്ടാവണം. അടിപൊളി കള്ള് ഷാപ്പാണ്. കള്ള് ഷാപ്പ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പോയിട്ട് കള്ള് കുടിച്ച് വരണം എന്നുള്ള നിർബന്ധമല്ല. നല്ല ഭക്ഷണം കിട്ടും, നല്ല ഫുഡാണ് അവിടെ. അവിടെ ഒരു ഇഷ്യൂ ഉള്ളത്, അവിടെ ഗൂഗിൾ പേ എടുക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കയ്യിൽ ലിക്വിഡ് ക്യാഷ് വെച്ചിട്ട് വേണം നിങ്ങൾ കള്ള് ഷാപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. മിക്ക കള്ള് ഷാപ്പിലും ഇഷ്യൂ ഉണ്ട്, അതായത് അവർ ഗൂഗിൾ പേ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇതുപോലുള്ള ഐലൻഡിലേക്കൊക്കെ വരുമ്പം എന്തായാലും കയ്യിൽ ക്യാഷായിട്ട് കരുതുക. പിന്നെ മറ്റൊരു കാര്യം, ഒട്ടും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം എല്ലാ കള്ള് ഷാപ്പുകളും ഭയങ്കര ഫാമിലി ഫ്രണ്ട്ലി ആണ്. അവിടെ പോയിട്ട് വേറെ അലമ്പ് ഒച്ചപ്പാടും ബഹളം ഒന്നും ഉണ്ടാകത്തില്ല. ഞാനവിടെ ഒരുപാട് തവണ ഫാമിലി ആയിട്ടും പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കോൺഫിഡൻസോട് കൂടി പറയുന്നത്. ഇനി കുറച്ച് നമുക്കേ കടമക്കുടിയുടെ നല്ല അടിപൊളി ഏരിയൽ വ്യൂസ് കാണാം കേട്ടോ. നല്ല ഭംഗിയാണ് ഓരോ വ്യൂവും കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ കൊച്ചിയിൽ 10 വർഷമായിട്ട് വർക്ക് ചെയ്തിട്ടും ഇതുവരെ കടമക്കുടിയിൽ വരാത്ത ഫ്രണ്ട്സ് എനിക്കുണ്ട് എന്നുള്ളതാണ് അത്ഭുതം. ആ ഒരു മിസ്റ്റേക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ആരും ചെയ്യരുത് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒരു ദിവസം രാവിലെ ഇറങ്ങിയിട്ട് ഇവിടെ വരണം, അല്ലെങ്കിൽ വൈകിട്ട് ഒരു ദിവസം ഇവിടെ വരണം. എന്തൊരു ഭംഗിയുള്ള സ്ഥലമാണെന്ന് പറയുമോ. നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനും ഒരറ്റത്ത് നമ്മുടെ വണ്ടി നിർത്തിയിട്ടിട്ട് ഇങ്ങനെ ചുമ്മാ നടന്നു പോയി ആ ഒരു കള്ള് ഷാപ്പിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരാനൊക്കെ ഒരു പ്രത്യേക വൈബാണ്. നിങ്ങൾ രാവിലെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് കാക്കനാട് നിന്ന് പുറപ്പെട്ടാൽ വെറും 45 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും. അത്ര സമയം വേണ്ട, എന്നാൽ ഞാനൊന്ന് കൂട്ടി പറഞ്ഞതാണ്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൈകിട്ട് സൺസെറ്റ് കാണാനാണ് വരുന്നതെങ്കിൽ നിങ്ങളൊരു 1.5 മണിക്കൂർ മുന്നെങ്കിലും കാക്കനാട് നിന്ന് ഇറങ്ങണം. കാരണം വേറൊന്നുമല്ല, നമ്മുടെ വരാപ്പുഴ ഒരു കണ്ടെയ്നർ റോഡ് കഴിഞ്ഞിട്ടുള്ള സിഗ്നൽ കഴിഞ്ഞിട്ടുള്ള ഏരിയ ഉണ്ടല്ലോ, നല്ല ബ്ലോക്കായിരിക്കും. അപ്പം നിങ്ങളൊരു 2 മണിക്കൂർ മുന്നെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു സൺസെറ്റ് സമയത്തേക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ. ഞാൻ ഈ പോയ ദിവസം തന്നെ വൈകുന്നേരം സൺസെറ്റ് കാണാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്ക് മൊത്തം ട്രാഫിക്ക് പെട്ടുപോയിട്ട് സൺസെറ്റ് കഴിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റാതായി പോയത്. പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത്, നമ്മളെ യൂട്യൂബ് ഫാമിലിയിലേക്ക് 5000 മെമ്പേഴ്സ് ആയിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും തരുന്ന ആ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ, അതാണ് എന്നെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇറ്റ്സ് മീ മനുശങ്കർ സൈനിങ് ഓഫ്.